അപ്പൂന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ അല്പം സീരിയസ് ആയി തന്നെയാണ്. മെൻസ്ട്രേഷൻ ബ്ലോക്ക് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം വർഷങ്ങളായിട്ട് ഡ്രഗ്സ് എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ പ്രോപ്പർ അഡ്വൈസ് ഇല്ലാതെ ഇത്തരം ഡ്രഗ്സിൻ്റെ ഓവർ യൂസേജ് അപ്പൂൻ്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇൻറ്റേർണൽ ഓർഗൻസും ഹോർമോൺ സിസ്റ്റവും ഒക്കെ ക്രിട്ടിക്കലായൊരു കണ്ടീഷനിലായിപ്പോൾ. നീ ഇതുവരെ എവിടെയായിരുന്നു അപ്പോ? ഞാൻ നമ്മുടെ നന്ദ സാറിനെ ഒന്ന് കാണാൻ പോയതാമ്മേ. അഡ്വക്കേറ്റ് നന്ദകുമാർ ഇപ്പോ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യുന്നത്? നീ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട അപ്പോ. നീ എവിടെ പോയതാണെന്നും ആരെ കാണാൻ പോയതാണെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓ, അപ്പോൾ ജോബിൻ ഡോക്ടർ എല്ലാം അമ്മയോട് റിപ്പോർട്ട് ചെയ്തു അല്ലേ? റിപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ആയിക്കോട്ടെ, നിനക്കതിന് തോന്നിയില്ലല്ലോ. നിക്ക്, എന്ന് മുതൽ അപ്പു നീ എന്നോട് കള്ളം പറയാനും ഒളിക്കാനും ഒക്കെ തുടങ്ങിയത്? എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യ ഇനിയും നിന്റെ ജീവിതത്തിലുള്ളത്? നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരിക്കലും അതിർവിട്ട് ഇടപെടാതിരുന്നത് നിന്നിലുള്ള വിശ്വാസം കൊണ്ടായിരുന്നു. പക്ഷെ അത് നീ പ്രയോജനപ്പെടുത്തിയത് ഇങ്ങനെയായിരിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നിന്റെ അലമാരിൽ നിന്ന് എത്ര മെഡിസിന്റെ സ്ട്രിപ്സാണ് ഞാൻ കണ്ടത്. ഇത്രയും മെഡിസിൻസ് എന്തിനു വേണ്ടി, ആരോട് കൺസൾട്ട് ചെയ്തിട്ടാ നീ കഴിച്ചത്? അല്ലെങ്കിലും അതിന് മാത്രമുള്ള എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണ് നിനക്കുള്ളത്? പറ അപ്പൂ, ഞാനിതൊക്കെ അറിയണ്ടേ? അതോ നീ ഇതൊക്കെ തനിച്ച് മാനേജ് ചെയ്താൽ മതിയെന്നാണോ? ഇത്രയും മെഡിസിൻ ഒരു ഡോക്ടറെയും കൺസൾട്ട് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാൻ മാത്രം എന്ത് ഗുരുതരമായ അസുഖമാണ് നിനക്കുള്ളത്? എനിക്ക് അമ്മ പേടിക്കുന്ന പോലെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്ക് ഈ അടിക്കടിയുള്ള വയറുവേന വരുന്നതോ? അതെന്തുകൊണ്ടാ? എനിക്കറിയാം, വേദന അത്രയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ നീ ജോബിന്റെ സഹായം തേടിയത്. എന്നിട്ടും നിനക്കിതൊന്നും എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ അപ്പൂ. എന്താ, ഞാനിതൊന്നും അറിയണ്ടാത്ത ആളാണോ? സോറി അമ്മ, അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ഞാൻ ഇതൊക്കെ അമ്മയിൽ നിന്ന് മറച്ചു വെച്ചത്. എനിക്കൊരിക്കലും എല്ലാ മാസത്തിലുള്ള ആ 4-5 ദിവസങ്ങളെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. പീരിയഡ്സിന്റെ ആ ദിവസങ്ങൾ അടുത്ത് വരുമ്പോ ഞാൻ വല്ലാതെ പാനിക് ആവുമായിരുന്നു. ഫിസിക്കലി ഉള്ള വേദനയേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയത് ഞാൻ ഇപ്പോഴും ഒരു പെണ്ണായി ജീവിക്കുകയാണെന്നുള്ള ശരീരത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഓരോ ദിവസവും മനസ്സുകൊണ്ട് ഞാനൊരാണിലേക്ക് അടുക്കുമ്പോ ആ നശിച്ച ദിവസങ്ങൾ ഒരു പെണ്ണാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ പുറകോട്ട് വലിക്കുമായിരുന്നു. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഓർമ്മപ്പെടലിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമായിരുന്നു. അതിനുവേണ്ടിയാ ഞാൻ നെറ്റിൽ നിന്ന് ഇത്തരം മെഡിസിനെ കുറിച്ച് റെഫർ ചെയ്തത്. എന്ത് മണ്ടത്തരം അപ്പു നീ കാണിച്ചത്? അറിയാം, പക്ഷെ ആ മണ്ടത്തരമൊക്കെ എനിക്ക് ആവശ്യമായിരുന്നു അമ്മ. ആദ്യമൊക്കെ ടാബ്ലറ്റിന്റെ എഫക്റ്റ് പോകുമ്പോ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുമായിരുന്നു. പിന്നെ അതില്ലാതാക്കാൻ ഞാൻ റെഗുലറായി അതേ ടാബ്ലറ്റ് എന്നും കഴിക്കാൻ തുടങ്ങി. അതിന്റെ സൈഡ് എഫക്ട്സ് കൊണ്ടാവണം ഇപ്പോഴത്തെ ഈ പെൽവിക് പെയിൻ. അപ്പോ അത്തരം മെഡിസിൻസ് ഒരുപാട് ഉപയോഗിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ടാവും നിനക്ക് അറിയായിരുന്നു. എന്നിട്ടും എന്തിനാ അപ്പോ ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞല്ലോ അമ്മ, എല്ലാത്തിലും വലുത് എന്ത് വില കൊടുത്തു എനിക്ക് ആ നശിച്ച ദിവസങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ മറ്റൊന്നും നോക്കിയില്ല. അമ്മ വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തല്ലോ. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സർജറി ചെയ്ത് ഈ നശിച്ച ഗർഭപാത്രം എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഒരു പെണ്ണാണെന്ന് എന്നെ അടയാളപ്പെടുത്തുന്നതൊന്നും ഇനി ചുമന്ന് നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ.
ആക്ച്വലി ഞാൻ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലായി കാണും. റിസപ്ഷനിൽ ചോദിച്ചപ്പോഴാണ് സാറ് വിസിറ്റേഴ്സിനെ അലോ ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായത്. ഏതായാലും ഇന്നിന് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സാറിനെ ഒന്ന് കണ്ടിട്ടേ പോകുമെന്ന് തീരുമാനിച്ചത്. അല്ല, സാറെന്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്? വീട്ടിലെന്തെങ്കിലും അസൗകര്യം? അതോ അപ്പുമായിട്ടുള്ള വഴക്ക് ഒഴിവാക്കാമെന്ന് വിചാരിച്ചോ? രണ്ടിലേത് കാരണം കൊണ്ടായാലും അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. എന്നാലും നമ്മൾ തമ്മിലുള്ളൊരു പരിചയം വെച്ച് സി മിസ്റ്റർ, റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു ട്രാവൽ, ഇതൊക്കെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളാണ്. എവിടെ താമസിക്കണം, എവിടെ സഞ്ചരിക്കണം എന്നൊക്കെ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവകാശമാണെന്നിരിക്കെ എന്തിന് മറ്റുള്ളവർ അതിൽ തലയിടണം? ഈ ലോകത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും അറിയിക്കാനും ഉണ്ടെന്നിരിക്കെ എന്തിനും നിങ്ങൾ എന്നെ തെരഞ്ഞു പിടിച്ച് ശല്യം ചെയ്യണം? പ്ലീസ് ലീവ് മീ അലോൺ. സോറി സാർ, എൻ്റെ വരവ് സാറിനൊരു ശല്യമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ആ ധാരണ മാറിയില്ലേ? പ്ലീസ് എന്നെ വിട്ടേക്ക്. സാർ, എന്തായാലും സാറിൻ്റെ മൂഡ് ഡിസ്റ്റർബായി. വിരോധമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ എൻ്റെ ശല്യം സഹിക്കാമോ? എനിക്ക് ചില കാര്യങ്ങൾ താങ്കളോട് സംസാരിക്കാനുണ്ടായിരുന്നു. ഏതായാലും സാറിനെ കാണാൻ വേണ്ടി ഞാൻ ഇത്ര നേരം മെനക്കെട്ട് നിന്നതല്ലേ, അതോർത്തെങ്കിലും ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെയർ ചെയ്തൂടെ സാർ? എന്താ നിങ്ങൾക്ക് പറയേണ്ടത്? എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറിയെന്നതിനെ കുറിച്ചാണെങ്കിൽ അതിന് ഉത്തരം സിമ്പിളാണ്. ആ വീട്ടിൽ ഞാൻ ഒട്ടും കംഫർട്ടബിളായി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തു. പക്ഷെ സാർ, ഉത്തരം അത്ര സിമ്പിൾ അല്ലാത്ത ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് എനിക്ക് വേണ്ടത്. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനോട് സാറിന് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതിൻ്റെ പേരിൽ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നതും അവരെ തനിച്ചാക്കി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും അല്പം കടന്ന കൈയായി പോയില്ലേ സാർ? 2 പേർക്ക് തമ്മിൽ പൊരുത്തപ്പെടാനാകാത്ത ബന്ധമാണെന്ന് തോന്നിയാൽ ആ ബന്ധത്തിൽ നിന്ന് മോചനം നേടാനുള്ള നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. വക്കീലിന് ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യം, അതങ്ങനെ വെറുതെ ഇറങ്ങിപ്പോക്കാണെന്ന് ആരും പരാതി പറയുന്നത് എനിക്ക് തോന്നുന്നു. ഏതൊരു കോടതിയും പറയുന്നതിനേക്കാൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ ഭാര്യയും അവർ പ്രസവിച്ച കുട്ടിയും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കോമ്പൻസേഷൻ അവർക്ക് നൽകിയിട്ടാണ് ഞാൻ ആ വീട് വിട്ടിറങ്ങിയത്. അതിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരാതിയില്ലെന്ന് ഗീതാലക്ഷ്മി ഒപ്പിട്ടെന്ന രേഖ എൻ്റെ കൈവശമുണ്ട്. ആ രേഖ സാർ എങ്ങനെയാണ് തരപ്പെടുത്തിയെടുത്തതെന്ന് കുറച്ചൊക്കെ എനിക്കും അറിയാം സാർ. കോടതിയിൽ ചിലപ്പോൾ സാറിനത് പ്രയോജനപ്പെട്ടേക്കും. പക്ഷേ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ സാർ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശരിയല്ലേ സാർ? ഗീതാലക്ഷ്മി അത് സ്വമേധയാ സൈൻ ചെയ്ത് തന്നതാ, അല്ലാതെ ഒരു മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞുണ്ടാക്കിയ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സാർ. ഒരു വാദത്തിന് വേണ്ടി സാറ് പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ സ്വന്തം മകൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒപ്പം നിന്ന ഒരമ്മയെ അതേ കാരണത്തിൻ്റെ പേരിൽ അച്ഛൻ അവകാശവും കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നത് സാറിനെ പോലെ സമൂഹം വിലകൽപ്പിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ സാർ? ന്യായീകരിക്കാൻ വേണമെങ്കിൽ ഇവിടെയും സാറിനൊരു ഉത്തരം കണ്ടെത്താം. പക്ഷേ അങ്ങനെ ഒരു ഉത്തരത്തിൽ ഞാനും സാറും മനസ്സുകൊണ്ട് തൃപ്തരല്ലെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സാറിൻ്റെ മുഖം തന്നെ പറയുന്നുണ്ട്. ഇനി സാറിൻ്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പു വളരെ വ്യക്തമായി എന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഒരു മകളായോ മകനായോ അപ്പുവിനെ സാർ അംഗീകരിക്കണമെന്ന് ആ കുട്ടിക്ക് വാശിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ തൻ്റെ അമ്മ ഒറ്റപ്പെട്ടു പോകരുതെന്ന് അപ്പുവിന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് അപ്പു നിങ്ങളുടെ ഡിവോഴ്സിന് സമ്മതിക്കാതെയും സാറ് വീട് വിട്ട് പോകാതിരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. ഹൂ കെയർസ് മിസ്റ്റർ നന്ദൻ? അവളുടെ അനുവാദവും അനുഗ്രഹവും ഒക്കെ ഈ കാര്യത്തിൽ എനിക്ക് ആവശ്യമില്ല. സർ പ്ലീസ്,
ഈ കാര്യത്തിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് അഡമന്റ് ആകേണ്ട കാര്യമുണ്ടോ? അപ്പുവിൻ്റെ നിലപാടിനെ എതിർക്കുമ്പോൾ തന്നെ ഗീതാലക്ഷ്മിയുടെ ഭർത്താവായി സാറിന് അവരോടൊപ്പം ആ വീട്ടിൽ കഴിയാലോ. അറ്റ്ലീസ്റ്റ് അപ്പുവിന് സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന അത്രയെങ്കിലും അവർക്കൊരു താങ്ങും തണലുമായി. അപ്പു ഈ വാശി കൊണ്ട് അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. സ്റ്റോപ്പ് ഇറ്റ് നന്ദൻ. സ്വന്തം കാലിൽ നിൽക്കാവുന്ന വരെയെങ്കിലും തോന്നുന്നുണ്ടോ തനിക്കങ്ങനെ? ആദ്യം ജനിച്ച ജെൻഡറിൽ അന്തസ്സായി ജീവിച്ച് കാണിക്കാൻ പറ അവരോട്. എന്നിട്ടാവാം ഈ സ്വന്തം കാലിൽ നിൽക്കുന്നൊക്കെ. കഴിയില്ല. ഈ ജന്മം അവൾക്ക് അതിന് കഴിയില്ല. അത് മറ്റാരേക്കാൾ നന്നായിട്ട് അവൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാ അവളിപ്പോ നിബന്ധനകളും ഭീഷണിയൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവൾ വരച്ച കളത്തിൽ നിന്ന് കോലം കെട്ടിയാടാൻ ഗീതാലക്ഷ്മിയെ പോലെ ഒരു വിഡ്ഢിയല്ല വിജയപ്പണിക്കർ. വക്കീല് സുഹൃത്തിനത് നന്നായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. പിന്നെ ഇനി ഈ കാര്യം പറഞ്ഞ ഒരു മീഡിയേറ്ററിന്റെ റോളിൽ മിസ്റ്റർ നന്ദൻ ഇവിടെ വരികയും ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായി കാണല്ലോ. ആകാശ് വരൂ. അപ്പൊ ഇതാണല്ലോ നിന്റെ കൊട്ടാരം. ഓ ഗ്രേറ്റ്, വെൽ ഡിസൈൻഡ്. ഇതിപ്പോ എത്ര വർഷമായി ഈ വീട് വെച്ചിട്ട്? ഏകദേശം 15 വർഷമായി. 15 years. അൺബിലീവബിൾ. കണ്ടാൽ അത്രയും പഴക്കം തോന്നുകയില്ല കേട്ടോ. കൂടിപ്പോയാൽ ഒരു 5 കൊല്ലമായി എന്ന് പറയും. ഇടയ്ക്ക് ഓൾട്രേഷൻ വല്ലതും നടത്തിയോ? നോ, അങ്ങനെ പറയത്തക്ക മെയിൻ്റെനൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഗുഡ്. അപ്പോൾ ഇനി നോ മോർ ഡിസ്കഷൻ. നമ്മുടെ കോൺട്രാക്ട് ഇവിടെ ഉറപ്പിക്കുന്നു. അത് ശരി. അപ്പൊ ഈ വീട് കണ്ടില്ലായിരുന്നെങ്കിൽ നീ കോൺട്രാക്ട് മറിച്ചു കൊടുത്തേനെ. എങ്കിലും അതൊന്നും അറിയണമല്ലോ. നീ വാ. അശ്വതി, ഇത് അശ്വതി. ആരാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കാളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ശ്രീമതിക്ക് എന്നെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ആകാശ് സാറല്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇടയ്ക്ക് മുരളിയേട്ടൻ പറയാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിളിച്ചും പറഞ്ഞിരുന്നു. വാ, നീ ഇരിക്കെ. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് തീർത്തു പറഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. അന്ന് അവിടുന്ന് മുങ്ങിയ കക്ഷിയാ. പിന്നെ പൊങ്ങിയത് ബാംഗ്ലൂര്. അവിടെ ഒരു കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു ക്ലയന്റിന്റെ മോളുമായിട്ട് മുടിഞ്ഞ പ്രേമം. അങ്ങനെ അവളെ റാഞ്ചിക്കൊണ്ട് നേരെ ഷാർജയിൽ ലാൻഡ് ചെയ്യുന്നു. പിന്നെ ഒരു 10 കൊല്ലത്തേക്ക് ഇവനെ കുറിച്ച് ആർക്കും ഒരു അറിവില്ലായിരുന്നു. അത് പിന്നെ മക്കൾ രണ്ടുപേരായിട്ടും ഭാര്യ വീട്ടുകാരുടെ എതിർപ്പിന് കാര്യമായ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറെ നാൾ അവിടെ അങ്ങ് കൂടി. അത്യാവശ്യം ബിസിനസ്സൊക്കെ ചെയ്തു. നമ്മളൊട്ടും മോശമല്ലെന്ന് പ്രൂവ് ചെയ്തപ്പോഴാണ് അവരൊക്കെ ഒന്ന് അടുത്തു തുടങ്ങിയത്. എന്നാ പിന്നെ ഇനിയുള്ള കാലം സ്വന്തം നാട്ടിൽ തന്നെ അങ്ങ് കൂടിയേക്കാന്ന് കരുതി. ആകാശ് ഇവിടെ 4-5 അടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വീട് വെക്കാനുള്ള പ്ലാനില്ല. ഓ, പഴയ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സിസ്റ്ററെ. അന്യായ കാശ് അവൻ ചോദിക്കുന്നേ. പിന്നെ പണ്ട് പിന്നെ ഞാൻ കുറെ ഓസിട്ടുള്ളതാ. ആ കടം ഇതോടെ തീരട്ടെ എന്ന് കരുതി. ഇതാണ് അശ്വതിയുടെ അമ്മ. അമ്മേ, ഇതെന്റെ സുഹൃത്ത് ആകാശ് മേനോൻ. എഞ്ചിനീയറിംഗിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കൂട്ടുകാരൻ വരുമെന്ന് മുരളി ഇവിടെ പറയുന്ന കേട്ടു. ആകാശിന്റെ കുടുംബമൊക്കെ? ഭാര്യയും മക്കളും ഷാർജയിലാണമ്മേ. വൈഫ് ഹൗസ് ചെങ്ങന്നൂരാ. വെക്കേഷന് അവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആകാശ് ഇവിടെ സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് നമ്മുടെ നാട്ടിലങ്ങ് കൂടാൻ പോവാ. അതേതായാലും നന്നായി മോനെ. എത്ര നാളെന്ന് കരുതിയാ പുറം നാട്ടിൽ ജീവിക്കുന്നത്? അമ്മേ, ഇവന്റെ കല്യാണം കഴിഞ്ഞ ഉടനെയാ ഞാൻ നാട് വിട്ടു പോയത്. തിരിച്ചെത്തിയത് ഇവന്റെ മോളുടെ കല്യാണ സമയത്തും. ഒരു കണക്കിന് പറഞ്ഞ അതും ഒരു കൗതുകം തന്നെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നേരവും കാലവും ഒക്കെ കാണുമല്ലോ. ആകാശിന്റെ മക്കളുടെ വിവാഹമൊക്കെ? ഇല്ലമ്മേ, മൂത്തത് മോളാ ആതിര, ഇളവൻ ആദർശ്. രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ. അതുകൊണ്ട് കല്യാണപ്രായമൊക്കെ ആവുമ്പോൾ രണ്ടുപേരോടും അവരവരുടെ പാർട്ണറെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാക്കണ്ട. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. രണ്ടുപേർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലി ഉണ്ടായിരിക്കണം. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഈ വന്ന കാലത്ത് ഇനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെയാ നല്ലത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? എത്രയെത്ര ആലോചനകൾ വന്നതാ. ഒടുക്ക അവക്ക് ഇഷ്ടപ്പെട്ട ബന്ധം തന്നെ മതിയെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു.
എല്ലാത്തിലും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണല്ലോ. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. ഈ തലമുറയിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുള്ളത് തന്നെ എന്ത് ഭാഗ്യമാ. അതെ അതെ. അല്ല, എവിടെ തന്റെ മോളും മരുമോനും? സത്യത്തിൽ അവരെ കണ്ടൊന്ന് വിഷയാനാ ഞാൻ വന്നത്. കല്യാണത്തിന് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഞാനിപ്പോ വിളിക്കാം. ആ ദേ, ഇതാണ് മാളവിക, ഞങ്ങളുടെ ഒരേ ഒരു മോള്. മോളെ, ഇത് ആകാശ് മേനോൻ, അച്ഛന്റെ ഫ്രണ്ടാ. ഹായ് അങ്കിൾ. വെറും ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, കോളേജിൽ 5 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഹെർട്ടി കൺഗ്രാറ്റുലേഷൻസ് മോളെ. വിഷ് യു എ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു അങ്കിൾ. അല്ല, ഹസ്ബൻഡ് എവിടെ? ഇപ്പൊ വരും. ജോബിന് ഹോസ്പിറ്റലിൽ വന്നോണ്ടിരിക്കുക. മാളു, ജോബിനെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കുക. വേഗം വരാൻ പറ, അങ്കിള് ധൃതിയില്ല. ഇറ്റ്സ് ഓക്കെ, ആളേതായാലും വരികയല്ലേ, വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. സണ്ണിലോ ഭയങ്കര വർക്കഹോളിക് ആണല്ലോ. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ജോലിക്ക് കയറിയല്ലോ. വെരി ഗുഡ്. അയാളുടെ പ്രൊഫഷൻ അതല്ലേ. ആ പിന്നെ, ഇങ്ങനെ ഒരാൾ ലഞ്ചിനുണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജോബിനത് വലിയ സന്തോഷമായി. മോളെ വാ. ജോബിനും കൂടി വന്നിട്ട് നമുക്ക് കഴിച്ചാൽ പോരെ? ഓ യെസ്, അതിനു വേണ്ടിയല്ല ഞാൻ വന്നത് തന്നെ. എന്താ അമ്മേ? മാളു, നീ ജോബിനെ ഒന്ന് വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കേ. ലഞ്ചിന് ഉറപ്പായും വരുന്ന ഡോക്ടർ പറഞ്ഞത്. അതായിക്കോട്ടെ. ദേ, അച്ഛന്റെ ഫ്രണ്ട് ജോബിന് വേണ്ടി ലഞ്ചിന് വെയിറ്റ് ചെയ്യുക. ആ വിവരം പറഞ്ഞ് നീ ഒന്നുകൂടെ വിളിക്കെന്തായാലും. ഇറങ്ങിയില്ലെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറയാ. ആ സിസ്റ്ററെ, നടന്നോ? ഹലോ മാളു. ഹലോ, ഡോക്ടർ എവിടെ എത്തി? മാളു, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എത്താറായോ? ഇല്ലടോ, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാ. അയ്യോ, ഇറങ്ങിയില്ലേ ഇതുവരെ? ഐ എം സോ സോറി ഡിയ. എനിക്കിന്ന് ലഞ്ചിന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു എമർജൻസി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങളുടെ ചെയർമാൻ്റെ ക്ലോസ് റിലേറ്റീവാ. മിക്കവാറും സർജറി ഉടനെ വേണ്ടിവരും. അയ്യോ, അപ്പൊ വരില്ലേ? പ്ലീസ് ഡോക്ടർ, എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ നോക്ക്. ഇവിടെ എല്ലാവരും ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇല്ലടോ, വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനെ. മാളു, ഇത് തീർത്ത് ഒഴിവാക്കാൻ പറ്റാത്ത കേസാ. പേഷ്യന്റ് അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലാ. അതൊന്നും എനിക്കറിയണ്ട ഡോക്ടർ, പ്ലീസ്. ഇവിടെ അച്ഛനൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഡോക്ടറെ പരിചയപ്പെടാൻ വേണ്ടി ആ അങ്കിള് വെയിറ്റ് ചെയ്യാം. പ്ലീസ് ഡോക്ടർ, വന്നില്ലെങ്കിൽ അച്ഛന് അതാകെ സങ്കടാവും. മാളു, താൻ എന്താ ഇങ്ങനെ? തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഡോക്ടർ, ഒന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാ. ആ അങ്കിളിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടെങ്കിലും പോവാലോ. മാളു, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഞാനൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണോ തൻ്റെ ലഞ്ചും പരിചയപ്പെടലും ഒക്കെ? താൻ അങ്കിളിനോട് എൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞാൽ മതി. മുരളി അങ്കിളിന് മനസ്സിലായിക്കോളും. ഓക്കെ മാളു, ടൈം അപ്പ്. ഞാൻ ഓട്ടിയിലേക്ക് കയറാൻ പോവാ. എപ്പോൾ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഇറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. എന്തായി മാളു? ഇറങ്ങാൻ പറ്റില്ലെന്ന്. അത്യാവശ്യമായിട്ട് എന്തോ സർജറി അറ്റൻഡ് ചെയ്യണമെന്ന്. ഈശ്വരാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? സർജറി അറ്റൻഡ് ചെയ്യാൻ അവിടെ വേറെ ഡോക്ടർമാരൊന്നും ഇല്ലേ? ഒന്നുകൂടെ അവനെ വിളിക്ക. നീ സിറ്റുവേഷന്റെ ഗൗരവം നന്നായി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുക. നീ ഒന്നുകൂടെ വിളിക്ക. ഇനി വിളിച്ചിട്ട് കാര്യമില്ല. ആൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞു. ശോ, ആകെ നാണക്കേടായല്ലോ ദൈവമേ. ഗസ്റ്റിനോട് എന്തു പറഞ്ഞു മുഖം രക്ഷിക്കും? അശ്വതി,